CPM-ലെ എക്കാലത്തെയും വലിയ ഇമേജ് ക്രിയേറ്ററായ കെ ശൈലജയെ തോൽപ്പിച്ച ഷാഫിക്ക് ആരോപണങ്ങളുടെ നടുകടലിൽ കഴിയുന്ന പിണറായിയെ തോൽപ്പിക്കാൻ എന്താണ് പ്രയാസം? രസകരവും ഗൗരവകരവുമായ ഈ ചോദ്യത്തിനാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കോൺഗ്രസിലെ തന്റെ സകലമാന ഡൽഹി ബന്ധങ്ങളും ഉപയോഗിച്ച് ഷാഫി പറമ്പിലിന്റെ ധർമ്മടത്തു നിന്നും മാറ്റാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. അതേസമയം CPM-ലെ ഭൂരിപക്ഷമായ ആന്റി പിണറായി വിഭാഗം ഷാഫി പറമ്പിലിനെ ധർമ്മടത്ത് കൊണ്ടുവന്ന പിണറായിയെ തോൽപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർവാധികം ഭംഗിയായി തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിൽ നിന്ന് 4 MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരം അറിഞ്ഞയുടനെയാണ് പിണറായി നീക്കം ശക്തമാക്കിയത്. ഇന്നലെ നിശ്ചയിച്ചിരിക്കുന്ന കെ സുധാകരൻ രാഹുൽ കൂടിക്കാഴ്ച മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് ചൊവ്വാഴ്ച നടക്കാനാണ് സാധ്യത എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നത്. MP-മാരുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അന്തിമ തീരുമാനം AICC നേതൃത്വമാണ് കൈക്കൊള്ളുക. കേരളത്തിൽ നിന്ന് 4 MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കാനാണ് സാധ്യത തെളിയുന്നത്. ഇന്നും നാളെയും നടക്കുന്ന ചർച്ചകൾക്കൊടുവിലായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക. കണ്ണൂർ MP-യും KPCC മുൻ അധ്യക്ഷനുമായ കെ സുധാകരൻ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ആഗ്രഹം നേരത്തെ തന്നെ പ്രകടമാക്കിയിരുന്നു. എന്നാൽ ഇതിൽ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത വിയോജിപ്പുണ്ട്. സംസ്ഥാനത്ത് MP-മാർ ആരും മത്സരിക്കുന്നതിനോടും സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമില്ല. വടകര MP ഷാഫി പറമ്പിൽ കണ്ണൂർ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെ മത്സരിച്ചേക്കും. അത്തരത്തിലൊരു ചർച്ച ഡൽഹി കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നുണ്ട്. ഷാഫിയെ പോലെയുള്ള കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ പിണറായിയെ മണ്ഡലത്തിൽ തന്നെ തളച്ചിടാമെന്നും കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നു. കോഴിക്കോട് MP MK രാഘവൻ കോഴിക്കോട് നോർത്തിലും ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് കോന്നിയിലും ജനവിധി തേടാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്നാൽ ഇതിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമെന്നാണ് KC വേണുഗോപാൽ പ്രതികരിച്ചത്. 4 MP-മാർ മത്സരിക്കുകയാണെങ്കിൽ KC വേണുഗോപാലിനും ഇളവ് വേണമെന്നാണ് അദ്ദേഹത്തിന്റെ അനുകൂലികൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ MP-മാർ മത്സരിച്ചാൽ തങ്ങൾ മത്സരരംഗത്ത് നിന്ന് പിന്മാറുമെന്ന മുന്നറിയിപ്പ് സംസ്ഥാന നേതൃത്വത്തിലെ ചില പ്രമുഖർ AICC-യെ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ CPM സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങി. പല സ്ഥാനാർത്ഥികളും പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ മണ്ഡലത്തിൽ റോഡ് ഷോയും ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് CPM CPI സ്ഥാനാർത്ഥികളെ പാർട്ടി സെക്രട്ടറിമാർ പ്രഖ്യാപിച്ചത്. തുടർച്ചയായി 3ാം തവണയും അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇടതുമുന്നണിയുടെ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എങ്ങും എത്തിയിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നേരത്തെ പറഞ്ഞത്. എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപനം എന്നാണ് VD സതീശന്റെ ഇപ്പോഴത്തെ പ്രസ്താവന. പുറമെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും UDF-ന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. MP-മാർ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇനിയും അന്തിമ തീരുമാനം വന്നിട്ടില്ല. മത്സരിക്കുമെന്ന് ഉറച്ച നിലപാടിൽ നിൽക്കുന്ന കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. മറ്റു ചില MP-മാരുടെ കാര്യത്തിലും തീരുമാനം ആയിട്ടില്ല. തലസ്ഥാന ജില്ലയിൽ പോലും പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് കീറാമുട്ടിയാണ്. പല മണ്ഡലങ്ങളിലും ഒന്നിലധികം പേരുകൾ ചർച്ചയിലുണ്ട്. തെരഞ്ഞെടുപ്പിന് 23 ദിവസങ്ങൾക്ക് മാത്രം ബാക്കി നിൽക്കെ അധികാരം ലക്ഷ്യമിടുന്ന കോൺഗ്രസിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീണ്ടുപോകുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെ സജീവമാണ്. സിറ്റിംഗ് സീറ്റുകളിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും മാറ്റമുണ്ടാകില്ലെങ്കിലും അധികാരത്തിലേക്ക് മടങ്ങിയെത്താൻ കോൺഗ്രസിന് അത് മതിയാകില്ല. തിങ്കളാഴ്ച അന്തിമ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയും അതുകൊണ്ട് തന്നെ കുറവാണ്. എന്നാലും ആന്റി പിണറായി വോട്ടുകൾ UDF-ന് തുടയാവും. പിണറായിയെ തോൽപ്പിച്ചാൽ CPM നിലനിർത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന നിരവധി പ്രവർത്തകർ പാർട്ടിയിലുണ്ട്. പിണറായിയെ അവർക്ക് മടുത്തു കഴിഞ്ഞു. പിണറായിയുടെ തന്നിഷ്ടവും ധാർഷ്ട്യവുമാണ് യഥാർത്ഥ CPM-കാരെ ബുദ്ധിമുട്ടിക്കുന്നത്. പാർട്ടിയുടെ ആധുനിക ആശയ സംഹിതകളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന നിരവധി പ്രവർത്തകർ CPM-ൽ ഉണ്ട്. എതിർത്താൽ പുറത്തു പോകേണ്ടി വരുമെന്ന ഭയത്താൽ അവർ നിശബ്ദരായി പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു. CPM-നെ ഈ ഭൂമിയിൽ നിലനിർത്തണമെങ്കിൽ ഏക പരിഹാരം പിണറായിയുടെ ഭരണകാലത്തിന്റെ പരിസമാപ്തിയാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. പിണറായിക്ക് ഇതിലെ അപകടം നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഷാഫിയെ ധർമ്മടത്ത് നിന്നും തുരത്താൻ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ശൈലജ ടീച്ചറെ വടകരയിൽ നിന്നും തോൽപ്പിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അരയും തലയും മുറുക്കി കരുക്കൾ നീക്കിയിരുന്നു. ഷാഫി ധർമ്മടത്ത് എത്തിയാൽ പിണറായിക്കെതിരെയും ഇതേ നീക്കം ശക്തമാക്കും. വടകരയിൽ ടീച്ചർക്കെതിരെ ഉണ്ടായ അശ്ലീല വീഡിയോ വിവാദം നമുക്ക് മറക്കാനാവില്ല. തന്റെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചിട്ടില്ല എന്ന് ടീച്ചർ പരസ്യ പ്രസ്താവന നടത്തിയെങ്കിലും ഗോവിന്ദൻ ടീച്ചറെ വെറുതെ വിടില്ല. അശ്ലീല വീഡിയോ താൻ കണ്ടെന്നാണ് സെക്രട്ടറി പറഞ്ഞത്.
താൻ കാണാത്ത ഏത് വീഡിയോയാണ് ഗോവിന്ദൻ കണ്ടതെന്ന് ടീച്ചർ ചോദിച്ചു. ഗോവിന്ദൻ കണ്ടതും ടീച്ചർ കാണാത്തതുമായ വീഡിയോ ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയില്ല. കെ ശൈലജയുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മോർഫ് ചെയ്ത ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിണറായിയെ അടക്കം വെച്ച് ചിത്രം മോർഫ് ചെയ്യേണ്ട പ്രശ്നം എന്താണ് എന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം തനിക്കെതിരായ വീഡിയോ അല്ല, പോസ്റ്ററുകളാണ് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നായിരുന്നു കെ ശൈലജയുടെ വിശദീകരണം. ഷാഫി പറമ്പിൽ ശൈലജയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ശൈലജ ടീച്ചർ തോൽക്കേണ്ടത് MV ഗോവിന്ദന്റെ ആവശ്യമായിരുന്നു. ഭാവി മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന MV ഗോവിന്ദന് ഏക റിബൽ കെ ശൈലജയാണ്. കോടിയേരി ബാലകൃഷ്ണൻ നിത്യതയിൽ ലയിച്ചതോടുകൂടി ഗോവിന്ദന് എതിരാളികൾ ഇല്ലാതെയായി. ഏക തടസ്സം ടീച്ചറമ്മയുടെ ഇമേജാണ്. ഇത് കണക്കിലെടുത്താണ് ടീച്ചറെ വടകരയിൽ മത്സരിപ്പിച്ചത്. വടകര CPMന്റെ തൂക്കുകയർ തന്നെയാണ്. പാർട്ടിക്ക് മുകളിൽ പറക്കുന്നവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വടകരയിൽ എത്തിക്കുന്നത്. P ജയരാജനും AN ഷംസീറും ഒക്കെ ഇത്തരത്തിൽ വടകരയിലെത്തി മര്യാദ പഠിച്ചവരാണ്. RMB ഉള്ളിടത്തോളം കാലം വടകരയിൽ CPM ജയിക്കില്ല എന്നത് TP ചന്ദ്രശേഖരൻ മരിച്ചെങ്കിലും അണയാത്ത ജ്വാലയാണ് ഇന്നും. KK രമയായിരിക്കും വടകരയിലെ പ്രതിനിധിയെ തീരുമാനിക്കുക. അമ്മയുടെ കരുതലും ടീച്ചറുടെ വാത്സല്യവുമായി KK ശൈലജയെ വടകരയിൽ ഇറക്കിയത് CPM വിജയിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ജയത്തിന് വേണ്ടി കുറുക്കുവഴികൾ തേടുകയായിരുന്നു CPM. കേരളം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ശൈലജയെ സമൂഹ മാധ്യമത്തിൽ താറടിപ്പിച്ച് അവരുടെ ഇമേജ് തകർക്കുകയായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ അവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പരിഗണിക്കപ്പെടില്ല. തികച്ചും അപ്രതീക്ഷിതമായി കണ്ണൂർ CPMൽ വൻ പൊട്ടിത്തെറി. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ വെല്ലുവിളിച്ച് രംഗത്തെത്തുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ മറ്റൊരു KR ഗൗരിയമ്മയാകുമോ ശൈലജ ടീച്ചർ എന്ന് ഉറ്റുനോക്കുന്നവരാണ് കേരളം. തന്റെ സിറ്റിംഗ് സീറ്റായ മട്ടന്നൂർ തട്ടിപ്പറിക്കാനുള്ള പിണറായിയുടെ നീക്കമാണ് ടീച്ചറെ പ്രകോപിപ്പിച്ചത്. എന്നാൽ മട്ടന്നൂർ ടീച്ചറിൽ നിന്നും തട്ടിയെടുത്തു. പേരാവൂരിൽ ടീച്ചർ തോൽക്കുമെന്ന് ഉറപ്പാണ്. പേരാവൂരിൽ ടീച്ചറെ ഇറക്കിയാൽ ധർമ്മടത്ത് ഷാഫി ഇറക്കാതിരുന്നാൽ കോൺഗ്രസിന് മോശമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങുമ്പോൾ CPMൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി അത്യപൂർവമായ ആഭ്യന്തര കലഹമാണ് ഉണ്ടായിരിക്കുന്നത്. സിറ്റിംഗ് മണ്ഡലമായ മട്ടന്നൂർ തനിക്ക് ലഭിച്ചില്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുമെന്ന കടുത്ത നിലപാടിലേക്ക് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ നീങ്ങിയിട്ടും ഫലമുണ്ടായില്ല. തന്നെ വെട്ടിനിരത്താൻ സംസ്ഥാന നേതൃത്വം ചടുല നീക്കങ്ങൾ നടത്തുന്നുവെന്ന പരാതി ശൈലജ ടീച്ചർ പൊളിറ്റ് ബ്യൂറോയെയും ജനറൽ സെക്രട്ടറി MA ബേബിയെയും നേരിട്ട് അറിയിച്ചു കഴിഞ്ഞു. മട്ടന്നൂർ സീറ്റ് കിട്ടിയില്ല എങ്കിൽ താൻ ഇക്കുറി മത്സരത്തിനില്ലെന്ന കർശന നിലപാടിലാണ് ടീച്ചർ. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLAയുടെ പേരാവൂർ മണ്ഡലത്തിൽ മത്സരിച്ച് ഭാഗ്യപരീക്ഷണത്തിനില്ല എന്ന് അവർ പാർട്ടി നേതൃത്വത്തോട് തുറന്നടിച്ചു. കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ളവർക്ക് ഇളവ് നൽകി വീണ്ടും മത്സരിപ്പിക്കാൻ അവസരം ഒരുക്കുമ്പോൾ തന്നെയും സ്പീക്കർ AN ഷംസീറിനെയും ടേം വ്യവസ്ഥയുടെ പേരിൽ ഒഴിവാക്കുന്നത് എന്തിനാണെന്നാണ് ശൈലജയുടെ ചോദ്യം.